നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹൈ ഡിസ്ചാർജ് പമ്പുകളിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് BLDC പമ്പുകളാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ BLDC പമ്പുകളിൽ തന്നെ ഏറ്റവും പുതിയ വേരിയൻ്റാണ് AC DC കണക്ഷൻ കൊടുക്കാവുന്നത്. അതായത് നമ്മുടെ നോർമൽ സിംഗിൾ ഫേസ് 220 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാവുന്നതും നമുക്ക് കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ സോളാർ പാനലിൽ നിന്ന് ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള സോളാർ പമ്പുകൾ. അപ്പോൾ ഈ പമ്പിൻ്റെ അതായത് നമ്മുടെ അടുത്തുള്ളത് ഇന്ന് 4 ഇഞ്ച് മോട്ടർ 6 ഇഞ്ച് കോമ്പിനേഷനിൽ വരുന്ന ഒരു 3 ഇഞ്ച് ഡെലിവറി സൈസിൽ 30,000 ലിറ്റർ വെള്ളം തള്ളുന്നതും 52 മീറ്റർ ഹെഡ് കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഹൈ ഡിസ്ചാർജ് ഒരു ഹൈ ഹെഡ് പമ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മോഡലാണ്. ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിരിക്കും നമ്മളിന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു സ്മാർട്ട് കൺട്രോളറാണ് ഇത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മുടെ ടെക്നീഷ്യനായിട്ടുള്ള ബിനിച്ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് പെട്ടെന്നൊരു ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലോ വോൾട്ടേജ് കട്ട് ഓഫ് ഉണ്ട്, ഹൈ വോൾട്ടേജ് കട്ട് ഓഫ് ഉണ്ട്, ഡ്രൈ റൺ കട്ട് ഓഫ് വരുന്നുണ്ട്, ഓവർലോഡ് കട്ട് ഓഫ് ഉണ്ട്. അതായത് ഈ മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ആവശ്യമാണോ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു പാനലാണ് വരുന്നത്. കൂടാതെ ഇതൊരു ഡ്രൈവ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സോഫ്റ്റ് സ്റ്റാർട്ടാണ്. നമ്മുടെ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അധിക കറണ്ടോ കാര്യങ്ങളൊന്നും ഇതിനില്ല. വളരെ സ്മൂത്തായിട്ട് സ്റ്റാർട്ട് ആവുന്നതും വളരെ സ്മൂത്തായിട്ട് ഓഫ് ആവുന്നതുമുള്ള ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിനുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺട്രോളറാണിത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് AC സപ്ലൈ ഡയറക്റ്റ് കൊടുക്കാം. 220 വോൾട്ടിൻ്റെ AC സപ്ലൈ ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അതുകൂടാതെ ഒരു 6 or 7 സോളാർ പാനലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് DC കറണ്ട് ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതൊരു MPPT പോലെ ആ സമയത്ത് വർക്ക് ചെയ്യുകയും ചെയ്യും. മോട്ടർ ഇന്ന് വരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മോട്ടർ വരുന്നത് 4 ഇഞ്ച് മോട്ടർ, അതിലേക്ക് ഒരു 6 ഇഞ്ചിൻ്റെ പമ്പാണ് കപ്പിൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഡെലിവറി സൈസ് വരുന്ന 3 ഇഞ്ചാണ്. ഏറ്റവും മിനിമം ഹെഡിൽ ആവറേജ് ഒരു 10 മീറ്റർ 12 മീറ്റർ മിനിമം ഹെഡിൽ ഏകദേശം 30,000 ലിറ്റർ പെർ അവർ ഡിസ്ചാർജാണ് പറയുന്നത്. ഏകദേശം നമ്മുടെ ഒരു 3 HP 3 ഫേസ് പമ്പിൻ്റെ ഒരു ഡിസ്ചാർജാണത്. ആ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് അത്രയും ഡിസ്ചാർജ് കിട്ടും. ഇനി ഇത് സാധാരണ AC കറണ്ടിൽ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ചോദിക്കും. നമുക്ക് ഏകദേശം 6 മുതൽ 6.5 ആംപിയർ വരെയാണ് ഇത് മാക്സിമം കറണ്ട് കൺസപ്ഷൻ വരാൻ സാധ്യതയുള്ളൂ. നമ്മളത് കണക്ട് ചെയ്തിട്ട് ലോഡ് കൊടുത്ത് നമ്മളൊന്ന് വെള്ളം എത്ര ഡിസ്ചാർജ് വരുന്നുണ്ട്, എത്ര ലോഡ് എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ സാധാരണ ഇപ്പോൾ നമുക്ക് സിംഗിൾ ഫേസ് ലൈൻ മാത്രമുള്ള സ്ഥലങ്ങളിൽ സിംഗിൾ ഫേസ് ലൈൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരു ഹൈ ഡിസ്ചാർജ് പമ്പ് വേണം, 3 ഫേസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ചോയ്സാണ്. കാരണം നിങ്ങളുടെ സിംഗിൾ ഫേസ് ലൈനിൽ തന്നെ ഒരു 3 ഫേസ് പമ്പിൻ്റെ ഡിസ്ചാർജും ഹെഡും കിട്ടുന്നൊരു മോഡലാണിത്. നമ്മുടെ 3 ഇഞ്ച് PVC പൈപ്പിലേക്ക് നമ്മുടെ കണക്ഷൻസ് കൊടുക്കുകയാണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു പമ്പാണ്. നമ്മൾ ഇതേ ഡിസ്ചാർജ് ഉള്ള നമ്മുടെ സാധാരണ AC കറണ്ടിൽ ഓടുന്ന ഒരു പമ്പ് എങ്ങനെ പോയാലും ഏറ്റവും മിനിമം ഒരു 80 കിലോയുടെ മേളിലൊക്കെ വെയിറ്റ് വരും. ഇതെനിക്ക് തോന്നുന്ന ആവറേജ് ഒരു 25 കിലോ 30 കിലോയുടെ ഇടയ്ക്കാണ് വെയിറ്റ് വരുന്നുള്ളൂ. ഇതിൽ നിന്ന് ഇത്രയും വെള്ളം ചാടുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. പക്ഷേ ഈ DC മോട്ടർ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. നമ്മുടെ AC മോട്ടർ പോലെയല്ല. മോട്ടറിൻ്റെ സൈസ് ചെറുതാണെങ്കിലും മോട്ടർ വളരെ പവർഫുള്ളായിട്ടുള്ള മോട്ടറുകളാണ് DC പമ്പുകൾ എന്ന് പറയുന്നത്. നമ്മുടെ കൺട്രോളറിൻ്റെ കണക്ഷൻസ് വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സോളാർ പാനലുകളാണെന്നുണ്ടെങ്കിൽ ഇതിൽ DC പോസിറ്റീവ് DC നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. 6 അല്ലെങ്കിൽ 7 പാനൽ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഒരു 400 വാട്ട്സിൻ്റെ 7 പാനലുകളിൽ നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എൻഡിൽ കണക്ട് ചെയ്യുക. ഇനി നമ്മളിപ്പോൾ ചെയ്യുന്നത് സാധാരണ സിംഗിൾ ഫേസ് ഇൻപുട്ടാണ് നമ്മളിതിന് കൊടുക്കുന്നത്. സിംഗിൾ ഫേസ് ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ന്യൂട്രൽ ലൈൻ കൊടുക്കുക. ന്യൂട്രൽ കൊടുത്തു, ലൈൻ കൊടുത്തു. ഇനിയുള്ളത് നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന 3 വയറുകളാണ്. അതിൽ U V W മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ മാർക്കിംഗ് ഇതിലും കൊടുത്തിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് ചെയ്യുക. നമ്മൾ ആദ്യം ഇതിലെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ നമ്മുടെ ഇൻബിൽറ്റ് ഈ പറഞ്ഞ ഡിസ്പ്ലേയിൽ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ നിലവിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് AC കറണ്ടാണ്. AC കറണ്ടിലുള്ള വോൾട്ടേജ് 226 227 വോൾട്ടേജ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. നിലവിൽ നമ്മുടെ മോട്ടർ ഓഫാണ്. വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ആംപിയർ നിലവിൽ എടുക്കുന്നില്ല, കാരണം മോട്ടർ ഓണല്ല. RPM കാണിക്കുന്നില്ല. ഇനി ജസ്റ്റ് ഇത് വാട്ട്സും കാണിക്കുന്നില്ല കേട്ടോ. ഇനി ജസ്റ്റ് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ ഓൺ പ്രസ് ചെയ്യുക. മോട്ടർ പതിയെ ഡ്രൈവായി തുടങ്ങും. ഇവിടെ ഒന്ന് വെള്ളം കാണിച്ചു. മോട്ടർ ഡ്രൈവായി അതിൻ്റെ ഫുൾ പവറിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഇത്രയും ചെറിയ ഒരു പമ്പിൽ നിന്ന് നമുക്ക് ഇത്ര ഹൈ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത അത്ര ഒരു ഡിസ്ചാർജാണ്. അത്ര ഹൈ പെർഫോമൻസാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പമ്പ് ഫുൾ ഡ്രൈവ് ആയിട്ടുണ്ട്. ആംപിയർ വരുന്നത് 9.2 വരെ ആംപിയർ കയറിയിട്ടുണ്ട്. കാരണം ഇത് മാക്സിമം ലോഡിലാണ്. അതായത് ഈ പമ്പിനെടുക്കാവുന്ന ഏറ്റവും മാക്സിമം ലോഡിൽ ഒട്ടും ഹെഡിലാണ്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ RPM 2800 സംതിങ് RPM എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മോട്ടർ ഓൺ ആവുന്ന രീതി ഇതാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജ് ആംപിയർ ഡ്രൈവ് ആകുന്നതാണ് നിങ്ങൾ കാണുന്നത്. 1.2 ഇങ്ങനെ പതിയെ ഡ്രൈവായി മാക്സിമം കറണ്ടിലേക്ക് പോകുന്നുണ്ട്.
ഇപ്പോൾ ഏറ്റവും മാക്സിമം ലോഡ്, അതായത് മോട്ടറിൻ്റെ ഫുൾ ലോഡാണ് 9.3 ആംപിയർ വരെ വന്നിട്ടുണ്ട്. ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും താഴേക്ക് വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 1.5 HP സബ്മേഴ്സിബിൾ പമ്പിൻ്റെ, സിംഗിൾ ഫേസ് സബ്മേഴ്സിബിൾ പമ്പിൻ്റെ കറണ്ട് കൺസപ്ഷൻ പോലും ആയിട്ടില്ല. ഈ പറഞ്ഞ 3 ഇഞ്ച് ഡെലിവറിയുള്ള 30,000 ലിറ്റർ തള്ളുന്ന പമ്പിന് ഇതുവരെയായിട്ട് നമ്മുടെ ഒരു 1.5 HP സബ്മേഴ്സിബിൾ പമ്പിൻ്റെ കറണ്ട് കൺസപ്ഷൻ പോലും ആയിട്ടില്ല. ഇനി ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് വരികയും ചെയ്യും. ഇതിൻ്റെ ജസ്റ്റ് ഫീച്ചേഴ്സൊക്കെ നോക്കാം. RPM ഇപ്പോൾ 2900 RPM കിട്ടുന്നുണ്ട്. വാട്ട്സ് വരുന്നത് 2400 വാട്ട്സാണ് ഇപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ലോഡ് വരുന്നത്. വോൾട്ടേജ് 178 177 ഡ്രോപ്പ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പമ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. ഇത് വളരെ സ്ലോ ആയിട്ടാണ് ഓഫ് ആവുള്ളൂ, വളരെ സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ ആ പമ്പിന് സഡനായിട്ട് ഓഫ് ചെയ്യുമ്പോഴുള്ള വാട്ടർ ഹാമറിങ് പ്രശ്നങ്ങളോ സഡനായിട്ട് ഓൺ ആകുമ്പോഴുള്ള കൂടുതൽ കറണ്ട് എടുക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പമ്പാണ്. ഏകദേശം 60,000 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്. ഇനി ഇതേപോലുള്ള കൂടുതൽ പമ്പുകൾ കാണാനായിട്ടും കൂടുതൽ എക്സ്പീരിയൻസ് കാണാനൊക്കെ ആയിട്ട് തുണ്ടത്തിൽ റേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.